Hello everyone, welcome to this video. So last video നമ്മൾ പറഞ്ഞത് tokens ആണ്. So there I have discussed what is meant by a keyword and what is an identifier. So in this video I am discussing about what is a constant. So we will see what is a constant. So constant, or it is also called literal. Literals are fixed values that do not change during the execution of a program. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാത്ത ഫിക്സഡ് വാല്യൂസിനെയാണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ അസൈൻ ചെയ്യുന്നില്ലേ, ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ വേരിയബിൾ അല്ലേ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറിയിൽ ഇന്ന സ്ഥലത്താണ് ഈ എ എന്ന് പറയുന്ന സംഭവം സ്റ്റോർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അതിന് വേണ്ടി ആ വേരിയബിളിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ് എ അല്ലേ. വേരിയബിൾ നെയിം ഐഡൻറ്റിഫയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ ആയ 2 ഉണ്ടല്ലോ, ദാറ്റ് 2 ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ഈക്വൽ ടു 3.14. അപ്പോൾ ബി ഈസ് അനദർ വാരിയബിൾ. അതിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ 3.14 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ദിസ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്ന ഫിക്സഡ് വാല്യൂസ് ആണ് എന്ത് പറയുന്നത്, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ. നമ്മൾ എയിലേക്ക് 2 അസൈൻ ചെയ്തു, അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സിമിലർലി ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് ദ സി ഈസ് ഈക്വൽ ടു ഹലോ, നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് സിയിലേക്ക് ഹലോ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ സി എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്, ദാറ്റ് ഈസ് ഹലോ. ഓക്കെ, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, in C constants are divided into two, that is numeric constant and character constant. അപ്പം നമ്പേഴ്സ് ആണെങ്കിൽ അത് ന്യൂമറിക് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അത് എന്ത് കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ന്യൂമറിക് കോൺസ്റ്റൻ്റ് ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആൻഡ് റിയൽ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടാവും. ഇൻറ്റീജർ നമ്പേഴ്സ് വരുന്നതിനെയാണ് എന്ത് പറയുക, ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുക. റിയൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെസിമൽ പോയിന്റ് വരുന്നതിനെയാണ് റിയൽ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ്. 3.14 എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ അതുപോലെ തന്നെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഉണ്ട്. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻ്റ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടും സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ഇസ് നത്തിങ് ബട്ട് എ സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ്. സീക്വൻസ് ഓഫ് ഡിജിറ്റ്സിനെയാണ് ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരു 232, ദിസ് ഈസ് എ ഇൻറ്റീജർ കോൺസ്റ്റൻ്റ്. അതിപ്പോൾ ഞാനൊരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനായാലും ഈ 232നെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി 3 ടൈപ്പ് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റിനെ അഗെയിൻ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 3. okay, so that is decimal integer, octal integer, hexadecimal integer. So I think there is no need to explain more about this. ഡെസിമൽ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ഫ്രം 0 to 9, അതായത് ടോട്ടൽ 10 ഡിജിറ്റ്സ്, അതിൻ്റെ സീക്വൻസിനെയാണ് എന്താ പറയുക, ഡെസിമൽ ഇൻറ്റീജർ എന്ന് പറയാം. ഓക്കെ, ദിസ് വിൽ ബി പ്രൊസീഡഡ് ബൈ, അതായത് അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവും എന്തുണ്ടാവും, ഓപ്ഷണൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സൈൻ ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 123 ഈസ് കൺസിഡേർഡ് ആസ് എ ഡെസിമൽ ഇൻറ്റീജർ. അതുപോലെ തന്നെ -321, this is considered as decimal integer. 0, these are decimal integers. അത് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് ആയിരിക്കും ഫ്രം 0 to 9. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് ഒരു പ്ലസ് മൈനസ് സൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ഓക്ടൽ ഇൻറ്റീജർ. ഓക്ടൽ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ സീക്വൻസിനെയാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു നമ്പർ ഒക്ടൽ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്രൊസീഡഡ് ബൈ 0 വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളത് തുടങ്ങുന്നത്. ടു ഐഡൻറ്റിഫൈ ദാറ്റ് ദിസ് നമ്പർ ഈസ് എൻ ഒക്ടൽ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, 0 വെച്ചിട്ടാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്പർ 037,
അപ്പോൾ 0 ഒരു നമ്പർ ഒക്ടലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി 0 കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 037, 0, 0435, 0551 these are considered as octal numbers because they are preceded by 0. Okay, again third category, that is hexadecimal integers. അപ്പോൾ hexadecimal integers എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് 16 ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ അവിടെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും ഫോളോഡ് ബൈ A, B, C, D, E, F വരെയുള്ള നമ്പേഴ്സാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റ്സ് ആണ് അവിടെ വരുന്നത് അല്ലേ. സോ ദീസ് ആർ ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ ഹെക്സാഡെസിമലിനെ നമ്മൾ പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി പ്രൊസീഡഡ് ബൈ 0x ഓർ 0 ക്യാപിറ്റൽ എക്സ്. അപ്പോൾ 0x എന്ന് പറയുന്നത് ഒന്നുകിൽ 0 സ്മോൾ എക്സ് അല്ലെങ്കിൽ 0 ക്യാപിറ്റൽ എക്സ് വെച്ച് തുടങ്ങിയിട്ടാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 0x2, 0x2, അതായത് ഇത് രണ്ടും സെയിം ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ഐദർ സ്മോൾ എക്സ് ഓർ ക്യാപിറ്റൽ എക്സ്. ഓക്കെ, 0x BCD, 0x ക്യാപിറ്റൽ BCD. അപ്പോൾ ദീസ് BCD ഇതൊക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പോൾ 0x FA2 these are examples of hexadecimal integer. അപ്പോൾ to identify that an integer is hexadecimal, it will be preceded by 0x. Okay, and to identify an integer is octal, that is preceded by the digit 0. അപ്പോൾ ഇൻറ്റീജർ കോൺസ്റ്റൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഓക്കെ, ബട്ട് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽസ് ആർ റെയർലി യൂസ്ഡ്. നമ്മൾ റെയർ ആയിട്ടാണ് പ്രോഗ്രാമിൽ ഒക്ടലും ഹെക്സാഡെസിമലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അനദർ തിങ് ടു ബി നോട്ടഡ് ഇസ് ദാറ്റ് നമുക്കിപ്പം വാല്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്നും വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. 15,750 എന്നുള്ളത് കോൺസ്റ്റൻറ്റിൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 15,750 നമുക്ക് കൊടുക്കണം. അതായത് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കണം, അല്ലാതെ 15 കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 20,000 കോമ ഇട്ടിട്ട് കൊടുക്കണം. ദിസ് നൊട്ടേഷൻസ് ആർ നോട്ട് അലൗഡ്. again $1000, these notations are not allowed. only നമുക്ക് നോർമൽ വാല്യൂസ് കൊടുക്കുന്ന പോലെ ഇപ്പോൾ ദിസ് വാല്യൂ ആണെങ്കിൽ 15,000 അല്ലെങ്കിൽ 15,750 ഡയറക്റ്റ് കൊടുക്കൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അലൗഡ് ഉള്ളൂ. ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ നോട്ട് അലൗഡ്. ഓക്കെ, സോ അതൊക്കെ എന്താണ്, ഇല്ലീഗലാണ്. ഇനി അടുത്തതാണ് റിയൽ കോൺസ്റ്റൻറ്റ്. സോ വാട്ട് ഇസ് എ റിയൽ കോൺസ്റ്റൻറ്റ്? നമുക്കറിയാം ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ലൈക്ക് ഡിസ്റ്റൻസസ്, ഹൈറ്റ്, പിന്നെ ടെമ്പറേച്ചർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള ക്വാണ്ടിറ്റീസിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇൻറ്റീജർ മാത്രമായിട്ട് മതിയാവില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, റിയൽ കോൺസ്റ്റൻസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, സോ റിയൽ കോൺസ്റ്റൻസ് ഇൻക്ലൂഡ് നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് റിയൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ 17 ഫോർ എക്സാമ്പിൾ 17.248 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ റിയൽ കോൺസ്റ്റൻസ് ആർ ഓൾസോ കോൾഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റൻസിന് നമുക്ക് എന്തും പറയാം, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് എന്ന് പറയാം. സം അതർ എക്സാമ്പിൾസ് ഓഫ് റിയൽ കോൺസ്റ്റൻസ് ആർ 0.083 മൈനസ് 0.75 പ്ലസ് 247.0. ഇതൊക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റിയൽ കോൺസ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി റിയൽ കോൺസ്റ്റൻസിന് വേണമെങ്കിൽ നമുക്ക് അഗെയിൻ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ കോൺസ്റ്റൻസ് അവൈലബിൾ ആണ്, ആസ് യു ഓൾറെഡി നോ. ഓക്കെ, ഇനി അടുത്തതാണ് റിയൽ കോൺസ്റ്റൻസിൻ്റെ നൊട്ടേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് റിയൽ കോൺസ്റ്റൻസിനെ ശരിക്കും രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാൻ പറ്റും. we can notate or we can show real constants in two ways, that is decimal notation and exponential notation. അതായത് ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നുകിൽ ഡെസിമൽ നൊട്ടേഷനിൽ കാണിക്കാം. അപ്പോൾ എന്താ ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഹോൾ നമ്പർ ഫോളോഡ് ബൈ ഡെസിമൽ പോയിൻറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹോൾ നമ്പർ പറയാം, ഹോൾ നമ്പർ കാണിക്കുക, ഫോളോഡ് ബൈ ഡെസിമൽ പോയിൻറ്റ്. ഫോർ എക്സാമ്പിൾ 2.15, 3.20. ഇങ്ങനെ ഡയറക്റ്റ് കാണിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇസ് കോൾഡ് ഡെസിമൽ നൊട്ടേഷൻ. ആൻഡ് വി ക്യാൻ ഒമിറ്റ് സം ഡിജിറ്റ്സ്, അതായത് പോയിൻറ്റിന് ശേഷവും അതുപോലെ തന്നെ പോയിൻറ്റിന് മുന്നേയും നമുക്ക് ചില ഡിജിറ്റ്സിനൊക്കെ ഒമിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 6.612 പോയിൻറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്തിന് ഇക്വാലൻ്റ് ആണ്, 612.0 ഇക്വാലൻ്റ് ആണ് അല്ലേ. 0.95 0.95 ആണെന്നറിയാം. മൈനസ് 0.71 എന്ന് പറഞ്ഞാൽ മൈനസ് 0.71 ആണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിൻറ്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിൻറ്റ് വി ക്യാൻ ഒമിറ്റ് ദ ഡിജിറ്റ്സ്. ഒമിറ്റ് മീൻസ് വി ക്യാൻ അവോയ്ഡ് ഇഫ് വാണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. അപ്പോൾ എന്താണ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 215.65 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ, 215
2.1565 E2. അപ്പോൾ യു ഓൾറെഡി നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് E2 മീൻസ് വാട്ട്, മൾട്ടിപ്ലൈ ബൈ 10 സ്ക്വയർ. അപ്പോൾ 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, E2 എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം 0.65E4 ദാറ്റ് ഈസ് ഇക്വാലൻ്റ് ടു 0.65 ഇൻറ്റു 10⁴. അപ്പോൾ E4 മീൻസ് വാട്ട്, ഇൻറ്റു 10⁴. അപ്പോൾ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്മോൾ ലെറ്റർ ഇയും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ എന്തും യൂസ് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ ഇയും ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ജനറൽ ഫോർമാറ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മാൻഡിസ പാർട്ട് കൊടുക്കും, അതിനുശേഷം ഇ എന്നുള്ള സിമ്പൽ കൊടുക്കും, അതിനുശേഷം നമ്മൾ എക്സ്പോണൻ്റ് പാർട്ട് കൊടുക്കും. Okay, so I will say an example. For example, 0.65 e⁴ എന്ന് പറയുന്നത് നമുക്കറിയാം 0.65 ഇൻറ്റു 10⁴ ഇക്വാലൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 0.65 ആണ്. ഇതാണെന്ത്, മാൻഡിസ പാർട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പോണൻ്റ് പാർട്ട് എന്താണ്, ദാറ്റ് ഈസ് ഇതിന് എക്സ്പോണൻ്റ് പാർട്ട് എന്താണ്, 4 ആണ്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്ന സംഭവം വരുന്നു, അതിൻ്റെ ലെഫ്റ്റിൽ വരുന്നതിന് നമ്മൾ പറയുന്നത് മാൻഡിസ പാർട്ട് എന്നാണ്. ഇയുടെ റൈറ്റിൽ വരുന്നത് എന്താണോ അതെന്താണ്, എക്സ്പോണൻ്റ് പാർട്ടാണ്. ലെറ്റ് us take another example. 12 e⁻². ഇതെന്താണ്, ദാറ്റ് ഈസ് ഈക്വാലൻ്റ് ടു 12 ഇൻറ്റു 10⁻². അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാൻഡിസ പാർട്ട് എന്താണ്, മാൻഡിസ പാർട്ട് ഈസ് 12. ഇനി ഇവിടുത്തെ എക്സ്പോണൻ്റ് പാർട്ട് എന്താണ്, എക്സ്പോണൻ്റ് പാർട്ട് ഇവിടെ ഇക്ക് ശേഷം വരുന്ന -2, ദാറ്റ് ഈസ് -2 ഈസ് ദ എക്സ്പോണൻ്റ് പാർട്ട് ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ജനറൽ ഫോം. അതായത് ഒരു മാൻഡിസ പാർട്ട് നമ്മൾ കൊടുക്കുന്നു, അതിനുശേഷം ഇ എന്ന് കൊടുക്കുന്നു, അതിനുശേഷം എന്ത് കൊടുക്കുന്നു, എക്സ്പോണൻ്റ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ റിയൽ കോൺസ്റ്റൻറ്റ്. അതായത് എക്സ്പോണൻഷ്യൽ ഫോമിൻ്റെ, റിയൽ കോൺസ്റ്റൻറ്റ് എക്സ്പോണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ജനറൽ ഫോമാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ എ റിയൽ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ നൊട്ടേഷൻ ഓർ ആൻ ഇൻറ്റീജർ. മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ റിയൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. ആദ്യത്തെ കേസിൽ മാൻഡിസ പാർട്ട് എന്താണ്, ഒരു റിയൽ നമ്പറാണ്. രണ്ടാമത്തെ കേസിൽ മാൻഡിസ പാർട്ട് ഇൻറ്റീജർ ആണ്. അപ്പോൾ ഒന്നുകിൽ ഇത് റിയൽ നമ്പർ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റീജർ ആവാം. അതുപോലെ തന്നെ എക്സ്പോണൻ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ നമ്പർ. എക്സ്പോണൻ്റ് എപ്പോഴും എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും, വിത്ത് ഓപ്ഷണൽ പ്ലസ് ഓർ മൈനസ് അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണ് വരുന്നത്, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, -2 ആണ് വരുന്നത്. സോ ബോത്ത് ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ബോത്ത് ആർ ഇൻറ്റീജർ നമ്പേഴ്സ്. ഇതാണ് മാൻഡിസ പാർട്ട് ആൻഡ് എക്സ്പോണൻ്റ് പാർട്ട്. അപ്പോൾ ഇതൊരു ജനറൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ നമുക്ക് റിയൽ കോൺസ്റ്റൻസിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അത് ഡെസിമൽ നൊട്ടേഷനുമാണ്, എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ്. എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, സോ അടുത്ത ടൈപ്പ് ഓഫ് കോൺസ്റ്റൻ്റ് ആണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻസ്, അപ്പോൾ എന്താണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്? ഇറ്റ് കണ്ടെയ്ൻസ് എ സിംഗിൾ ക്യാരക്ടർ ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ സിംഗിൾ കോട്ട് മാർക്സ്, പെയർ ഓഫ് സിംഗിൾ കോട്ട് മാർക്സ്. അതായത് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടറിനെയാണ് എന്ത് പറയുന്നത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ക്യാരക്ടർ എക്സ് അല്ലേ, നമ്മൾ സിംഗിൾ കോട്ട്സിനുള്ളിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു സിംഗിൾ ക്യാരക്ടറാണ്. സിംഗിൾ കോട്ട്സിനുള്ളിൽ ഡി എന്ന് കൊടുത്താൽ അതെന്താണ്, ഇറ്റ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അഗെയിൻ ഇഫ് യു ആർ ഗിവിംഗ് എ, ഇറ്റ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്, നമ്മളൊരു സിംഗിൾ കോട്ടിൽ, പെയർ ഓഫ് സിംഗിൾ കോട്ടിൽ 5 എന്ന് കൊടുത്താൽ ഇതെന്താണ്, ഇതൊരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. ഇതെന്തല്ല, ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് അല്ല. ഓക്കെ, കാരണം എന്താണ്, വാട്ട് എവർ വാല്യൂ ദാറ്റ് വി ഗിവ് ഇൻസൈഡ് എ പെയർ ഓഫ് സിംഗിൾ കോട്ട്സ്, ഒരു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതൊരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സിംഗിൾ കോട്ട്സിൽ 5 എന്ന് കൊടുക്കുന്നതും അല്ലാതെ 5 എന്ന് കൊടുക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. സിംഗിൾ കോട്ട്സിൽ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ആൻഡ് സിംപ്ലി നമ്മളിങ്ങനെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ സി ഫോർ എക്സാമ്പിൾ
I am assigning a is equal to 5 and a is equal to single quotes-ൽ 5. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ എയിൽ ഞാൻ അസൈൻ ചെയ്യുന്നത് നമ്പർ ഇൻറ്റീജർ 5 ആണ്. ഈ എ എന്ന് പറയുന്ന വേരിയബിൾ എന്താണ് അസൈൻ ചെയ്യുന്നത്? സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് 5 ആണ്. ഇനി എന്താണ് ഈ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്? ദേ ഹാവ് എ വാല്യൂ കോൾഡ് ആസ്കി വാല്യൂസ്. അതായത് ഓരോ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും ആസ്കി വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ ഒരു സംഭവം എന്തില്ല, ആസ്കി വാല്യൂ ഇല്ല. ബട്ട് ദിസ് 5 ഹാസ് എൻ ആസ്കി വാല്യൂ. അപ്പോൾ ഓരോ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും അസൈൻ ചെയ്തിരിക്കുന്ന യുണീക്ക് വാല്യൂ ആണെന്ത്, ആസ്കി വാല്യൂ. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ്കി എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഓരോ ക്യാരക്ടറിനും അസൈൻ ചെയ്തിരിക്കുന്ന ഇൻറ്റീജർ വാല്യൂ ആണ് എന്ത്, ആസ്കി വാല്യൂ. സോ എവറി ക്യാരക്ടർ വിൽ ഹാവ് ദിസ് പെർട്ടിക്കുലർ ആസ്കി വാല്യൂ. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇതെന്തല്ല, എ അല്ല, എയുടെ ആസ്കി വാല്യൂ ആണ്, ദാറ്റ് ഈസ് 65. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എ എന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? എൻ്റെ ആസ്കി വാല്യൂ ആയിട്ടുള്ള 65 ആണ്. ഇനി നമ്മൾ ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിളിൽ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ 5 എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത്. സിംഗിൾ കോട്ട്സിൽ 5 എന്ന് കൊടുത്താൽ ശരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്തല്ല, 5 അല്ല, ബട്ട് 5ൻ്റെ ആസ്കി വാല്യൂ ആണ്. ബട്ട് ദിസ് ഈസ് വാട്ട്, ഇതാണ് ശരിക്കുള്ള ഇൻറ്റീജർ. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് ദ പോയിന്റ്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും എന്തുണ്ട്, ആസ്കി വാല്യൂ ഉണ്ട്. ആ ആസ്കി വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ 5 സ്റ്റോർ ചെയ്തു. ദിസ് ഇസ് ഇൻറ്റീജർ. ഇതെന്താണ്, ഇൻറ്റീജർ ആണ് അല്ലേ. അപ്പോൾ 5 ആണ് ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്. എന്താണ്, എ കണ്ടെയ്ൻസ് വാട്ട്, എ കണ്ടെയ്ൻസ് 5. സോ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി എ. അപ്പോൾ നമുക്കറിയാം പ്രിൻ്റ് എഫ് ഒരു കാര്യം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രം കൊടുത്തു, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി. പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പെർസെൻറ്റേജ് ഡി എന്നല്ല വരിക, ഇപ്പുറത്തുള്ളത് എന്താണോ അതിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുക, വരിക. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഡി, ഡി മീൻസ് വാട്ട്, ഡി മീൻസ് ഇറ്റ് ഈസ് ഫോർ ഇൻറ്റീജർ. ഡി എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഇൻറ്റീജറിനാണ്. അപ്പോൾ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി എ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെയുള്ള വാല്യൂവിൻ്റെ എന്താ വരിക, ഇൻറ്റീജർ വാല്യൂ ആണ് വരിക. ഓക്കെ, സോ ഇവിടെ പെർസെൻറ്റേജ് ഡി എ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്, എയിലുള്ള വാല്യൂ ആണ് വരുന്നത് അല്ലേ. ഇവിടെ പെർസെൻറ്റേജ് ഡി കൊടുക്കാൻ കാരണം എന്താ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഇത് ഇൻറ്റീജർ വാല്യൂ ആണ് അല്ലേ. എയിൽ എന്താ ഉള്ളത്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുക, 5 ആയിരിക്കും. ഓക്കെ, പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി എ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഡി വരുമ്പോൾ പെർസെൻറ്റേജ് ഡി അല്ല പ്രിൻ്റ് ചെയ്യുക, ഈ കൊമ കഴിഞ്ഞിട്ട് എന്താണോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ്, ഇതിലുള്ള വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ എയിലുള്ള വാല്യൂ എന്താണ് നമുക്കറിയാം, 5 ആണ്. സോ 5 വിൽ ബി ഔട്ട്പുട്ടഡ്. ബട്ട് ഈ ഒരു കേസ് നോക്കുക, രണ്ടാമത്തെ കേസിൽ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി സിംഗിൾ കോട്ട്സിൽ എ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ കോട്ട്സിൽ എയുടെ ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എയുടെ ആസ്കി വാല്യൂ ആണ്. ഓക്കെ, അതായത് സിംഗിൾ കോട്ട്സിൽ നമ്മൾ എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയുടെ ആസ്കി വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എയുടെ ആസ്കി വാല്യൂ എന്താണ്, എയുടെ ഇൻറ്റീജർ വാല്യൂ. ഇവിടെ പെർസെൻറ്റേജ് ഡി കൊടുത്തുകൊണ്ട് ഇൻറ്റ് അല്ലേ. എയുടെ ഇൻറ്റീജർ വാല്യൂ എന്താണ്, എയുടെ ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ ആസ്കി വാല്യൂ ആണ്, ദാറ്റ് ഈസ് 97. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 97 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റ് എഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇത് ഈ ഒരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് സി. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ പെർസെൻറ്റേജ് സി എന്നാണ്. നമുക്ക് ഇൻറ്റീജർ പ്രിൻ്റ് ചെയ്യേണ്ട കേസ് വന്നുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്, പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തത്. ഇനി നമുക്ക് ക്യാരക്ടറാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, പെർസെൻറ്റേജ് സി ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ, റിയൽ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് പെർസെൻറ്റേജ് എഫ് ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്ത് ടൈപ്പാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് സി 97 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 97 ആസ്കി വാല്യൂ വരുന്നത് ഏത് ക്യാരക്ടറിൻ്റെ ആണെന്നുള്ളതാണ് കിട്ടുന്നത്. അത് 97 എന്നുള്ള ആസ്കി വാല്യൂ നമുക്കറിയാം എന്തിൻ്റെതാണ്, എ എന്ന് പറയുന്ന വാല്യൂവിൻ്റെതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എന്നുള്ളതായിരിക്കും. ഓക്കെ,
സോ അതാണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു പ്രത്യേകത. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സാധാ വാല്യൂ ആയിട്ട് ഡീൽ ചെയ്യുന്നത് പോലെയല്ല. ഈ ഓരോ സംഭവത്തിനും എന്തുണ്ട്, ഒരു ആസ്കി വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ %d, അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. പ്രിൻ്റ് എഫ് എന്നിട്ട് %d എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ സിംഗിൾ കോട്ട്സിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, %d ക്യാപിറ്റൽ ലെറ്റർ എ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിൽ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൻ്റെ %d നോക്കുമ്പോൾ ഇൻറ്റീജർ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ്റെ ആസ്കി വാല്യൂ വിച്ച് ഈസ് നത്തിങ് ബട്ട് 65. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ആസ്കി വാല്യൂ ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എൻ്റെ ആസ്കി വാല്യൂ 65 ആണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ബിൻ്റെത് 66 ആണ്, സിൻ്റെത് 67 ആണ്. അങ്ങനെ പോയിട്ടാണ് സ്മോൾ ലെറ്റർ എൻ്റെത് 97 ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ അതാണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നേരത്തെ പറഞ്ഞത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സിംഗിൾ കോട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ബട്ട് ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡബിൾ കോട്ട്സ്. ഡബിൾ കൊട്ടേഷൻസിൻ്റെ ഉള്ളിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നോ അതിൽ കൂടുതലോ അതിനെയാണ് സീക്വൻസ് എന്ന് പറയുക. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് എ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഈ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സം ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ബ്ലാങ്ക് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തിൽ വരും, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിൽ വരും. ഫോർ എക്സാമ്പിൾ കുറച്ച് സ്ട്രിങ്ങിന് ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹലോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയുന്നതാണ് ഹലോ ഈസ് എ സ്ട്രിങ്. അല്ലെ, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് കൊടുത്താൽ ഹലോ ഈസ് എ സ്ട്രിങ്. ഇനി ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 1987 എന്ന് കൊടുത്താൽ ഇത് ഇന്തല്ല, ഇത് ഇൻറ്റീജർ അല്ല, ഇതെന്താണ്, ഇതൊരു സ്ട്രിങ് ആണ്. ബിക്കോസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, ഒരു സ്ട്രിങ്, അതായത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ്. ഇനി ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വെൽ ഡൺ 2 എക്സ്ക്ലമേഷൻ മാർക്കും കൊടുത്ത് ദിസ് ഇസ് ഓൾസോ എ സ്ട്രിങ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 5+3 എന്ന് കൊടുത്താൽ ഇതും ഒരു സ്ട്രിങ് ആണ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഓൾസോ ഈസ് എ സ്ട്രിങ്. ഇതെന്തല്ല, ഇതൊരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ സ്ട്രിങ്. ഇതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണ്, ഇവിടെ സിംഗിൾ കോട്ട്സ് കൊടുത്താൽ ഇറ്റ് ഈസ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ഡബിൾ കോട്ട്സ് കൊടുത്താൽ ഇറ്റ് ഈസ് സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ബട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, ഇത് സ്ട്രിങ് ആണ്, പക്ഷേ ഈ സ്ട്രിങ്ങിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് സ്ട്രിങ് ആണ്, ബട്ട് ഇതിലെന്ത് മാത്രമേ ഉള്ളൂ, ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഇതിനെന്തുണ്ടാവും, ഇതിന് ഒരു ആസ്കി വാല്യൂ ഉണ്ടാകും, അല്ലേ? ബിക്കോസ് എന്താണ്, ഇതൊരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാവ് എൻ ആസ്കി വാല്യൂ. ഇത് നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല, ഒരു ആസ്കി വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സിംഗിൾ കോട്ട്സിൽ എക്സ് എന്ന് കൊടുക്കുന്നതും ഡബിൾ കോട്ട്സിൽ എക്സ് എന്ന് കൊടുക്കുന്നതും ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. This is considered as a single character constant and this is considered as a string constant. This will have an ASCII value, this cannot have an ASCII value. അപ്പോൾ that is what we call it a string constant. So string constant is nothing but a sequence of characters enclosed within double quotes. Double quotesൻ്റെ ഉള്ളിൽ എഴുതുന്ന sequence of characters. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ സീക്വൻസും ആവാം, ലെറ്റേഴ്സിൻ്റെ സീക്വൻസ് ആവാം, നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആവാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ബ്ലാങ്ക് സ്പേസ്, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഞാൻ നേരത്തെ മുന്നേ ഉള്ള വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അക്ഷയ് AS എന്നുള്ളൊരു സംഭവം. അക്ഷയ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് AS, സ്റ്റിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്ട്രിങ്.
അപ്പോൾ കമ്പൈലർ ഒരിക്കലും ഈ ഒരു സ്പേസിനെ ഇഗ്നോർ ചെയ്യൂല. അപ്പം കമ്പൈലർ എന്താണ്, ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കമ്പൈലർ വിൽ നോട്ട് ഇഗ്നോർ വൈറ്റ് സ്പേസസ് ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ്. സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സമയത്ത് വൈറ്റ് സ്പേസിനെ എന്ത് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നില്ല. അല്ലാതെ നമ്മളിങ്ങനെ കൊടുക്കുന്നില്ലേ, വോയിഡ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മെയിൻ എന്ന് കൊടുക്കുന്നുണ്ട്. വോയിഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വോയിഡിന് ശേഷമുള്ള സ്പേസ് കമ്പൈലർ ഇഗ്നോർ ചെയ്യും. കമ്പൈലർ അതെന്ത് ചെയ്യൂല, എക്സിക്യൂട്ട് ചെയ്യൂല. അതേ സമയത്ത് ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ അക്ഷയ് സ്പേസ് AS എന്ന് പറഞ്ഞ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയ് സ്പേസ് ഇട്ടിട്ട് തന്നെ ആ സ്പേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വെരി എന്താ പറയുക, അത്ര ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കണ്ട. സ്ട്രിങ് കോൺസ്റ്റന്റ് ഇസ് നത്തിങ് ബട്ട് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ കമ്പൈലർ എന്തായിട്ടാണ് കാണുന്നത്, സ്ട്രിങ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ we have learned about C constant. So C constant നമുക്ക് എന്ത് പറയാം, ലിറ്ററൽ എന്നും കൂടെ പറയാം. എന്താണ് C constant എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഫിക്സഡ് വാല്യൂ ദാറ്റ് ഡു നോട്ട് ചേഞ്ച് അല്ലേ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. കോൺസ്റ്റൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ന്യൂമറിക് കോൺസ്റ്റന്റ് ആൻഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ന്യൂമറിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റീജർ ആൻഡ് റിയൽ കോൺസ്റ്റന്റ്. ഇൻറ്റീജർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വെറും സിമ്പിൾ ഇൻറ്റീജേഴ്സ് ആണ്. റിയൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. റിയൽ കോൺസ്റ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. റിയൽ കോൺസ്റ്റൻസ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം. ഹിയർ ഓൾസോ നമുക്ക് മൂന്ന് ടൈപ്പ് കോൺസ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പ് ഇൻറ്റീജർ കോൺസ്റ്റൻസ്? ഡെസിമൽ കോൺസ്റ്റന്റ്, ഒക്ടൽ കോൺസ്റ്റൻസ് ആൻഡ് ഡെസിമൽ ഇൻറ്റീജർ, ഒക്ടൽ ഇൻറ്റീജർ ആൻഡ് ഹെക്സാഡെസിമൽ ഇൻറ്റീജർ. ആൻഡ് കമ്മിങ് ടു ദിസ് ക്യാരക്ടർ സൈഡ്, ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ ആണ്. അതുപോലെ തന്നെ സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി വൺ ഓർ മോർ ദാൻ വൺ. ഓക്കെ, ബട്ട് ഇവിടെ സ്പെസിഫിക് ആണ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഒരു സിംഗിൾ കോട്ട്സിൽ ഒരു പ്ലസ് കൊടുത്തു കഴിഞ്ഞാലും ഇതെന്താണ്, ഒരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ എനിത്തിങ് എൻക്ലോസ്ഡ് വിത്തിൻ എ സിംഗിൾ ക്യാരക്ടർ ഇസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ ക്യാരക്ടർ constant. So that's all in this video. Thank you.